കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ചില നിയുക്ത MLA-മാരും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘം ചില ചിത്രങ്ങൾ ചില വീഡിയോകളൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് സെക്രട്ടേറിയറ്റിലേക്ക് UDF-ൻ്റെ യുവജന സംഘടനകൾ നടത്തിയ ഒരു പ്രതിഷേധ മാർച്ച്, ആ മാർച്ചിനെതിരെ അന്നത്തെ പോലീസ് കേസെടുത്തതിൻ്റെ ഫലമായിട്ട് ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് വഞ്ചിയൂർ കോടതിയിൽ, തിരുവനന്തപുരത്തെ വഞ്ചിയൂർ കോടതിയിൽ ഇവരൊക്കെ ഹാജരായിട്ടുള്ള ഒരു സമയമുണ്ടല്ലോ, ആ സമയത്തെടുത്ത ഇവരെല്ലാവരും കണ്ടുമുട്ടിയതിൻ്റെ ഒരു വീഡിയോയാണ് ഇത്. രാഹുൽ മാങ്കൂട്ടം പങ്കുവച്ചിട്ടുണ്ട്. കൊടുവള്ളിയുടെ MLA PK ഫിറോസ് ഉണ്ട്, പേരാമ്പ്രയുടെ MLA ഫാത്തിമ ദഹ്ലിയ ഉണ്ട്, സുധീർ ഷാ പാലോടുണ്ട്, അങ്ങനെ പല ആളുകളുമുണ്ട്. അപ്പോൾ ഈ വീഡിയോയും ഈ ചിത്രങ്ങളുമൊക്കെ പുറത്തു വന്നപ്പോൾ അന്തംഗമി ക്രിമികീടങ്ങൾ പറയുന്നത് എന്താ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടം ബലാത്സംഗ ആരോപണ, ലൈംഗികാരോപണ നേരിടുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ പാടില്ല, ആ വ്യക്തിക്കൊപ്പം മിണ്ടാൻ പാടില്ല, കാണാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. കൂട്ടത്തിൽ ഫാത്തിമ ദഹ്ലിയയും പിന്നെ ചില യുവതികളുമൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് കേസുള്ള ആളുകളാണ്. അവരൊക്കെ ഉള്ളതുകൊണ്ട് ഈ സ്ത്രീകൾക്ക് നേരെ വലിയ അധിക്ഷേപങ്ങളാണ്. അധിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സഖാക്കളുടെ സ്ഥിരം പരിപാടി അറിയാലോ, ഈ ലൈംഗിക ചുവയോടുള്ള ഈ പറയുന്ന ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ വാദങ്ങൾ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ബലാത്സംഗ കേസിലെ പ്രതിയാണ്, അതുകൊണ്ട് അയാളെ ആരും കാണാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല, കണ്ടാൽ തന്നെ സംസാരിക്കാൻ പാടില്ല, സംസാരിച്ചാൽ തന്നെ വാ തുറക്കാൻ പാടില്ല, വാ തുറന്നാൽ തന്നെ നാവ് ചലിപ്പിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയാണ് അന്തംഗമ്മി അടിമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര, നമുക്ക് ചിരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരുമാതിരി എന്തടേ ഇവന്മാർ, ഒരു പുച്ഛം. ആ പുച്ഛം തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത് പിണറായി വിജയന് ഈ പീഡന വീരന്മാരെ കക്ഷത്തിൽ കൊണ്ടു നടക്കുമ്പോൾ ഈ അന്തംഗമ്മി അടിമകൾ വാ തുറന്നിട്ടില്ല. മനസ്സിലായില്ലേ? P ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമിച്ചപ്പോൾ ഈ അന്തംഗമ്മി അടിമകൾ വാ തുറന്നിട്ടില്ല. ഈ ക്രിമികീടങ്ങൾ, അന്ന് ഈ ക്രിമികീടങ്ങൾക്ക് ക്രിമികടി ഉണ്ടായിരുന്നില്ല, അന്ന് ഈ ക്രിമികീടങ്ങൾക്ക് ക്രിമികടി ഉണ്ടായിരുന്നില്ല. മുകേഷിനെ 2 തവണ കൊല്ലത്ത് നിന്ന് നിയമസഭയിലേക്കും 1 തവണ അതേ കൊല്ലത്ത് നിന്ന് ലോക്സഭയിലേക്കും മത്സരിപ്പിച്ചപ്പോഴും ക്രിമികീടങ്ങൾക്ക് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? ഗണേശന് വ്യഭിചരിക്കുന്നത് ഭാര്യ കണ്ടിട്ട് ആ ഭാര്യ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും വിളിച്ചു പറഞ്ഞപ്പോൾ അത് കുടുംബ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അപ്പോഴും ഈ ക്രിമികീടങ്ങളുടെ ക്രിമി കണ്ടിട്ടില്ല, ഇവർക്ക് ക്രിമികടി ഉണ്ടായിട്ടില്ല. അപ്പോൾ മനസ്സിലായില്ലേ? ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ട് എസ്പെഷ്യലി ഈ UDF സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു, വിജയിച്ചു കഴിഞ്ഞ ആളുകളൊക്കെ ഇതിപ്പോൾ അവരൊരു കേസുമായി ബന്ധപ്പെട്ട് ഈ കേസുകളിലെ ഒരേ കേസിലെ പ്രതികളാണ്. സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയ, പ്രതിഷേധ മാർച്ച് നടത്തിയപ്പോൾ അതിനെതിരെ കേസെടുത്തിട്ട് ആ കേസിലെ പ്രതികളാണ് ഇവരൊക്കെ. അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ അവിടെ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തിയപ്പോൾ ഇവരൊക്കെ കണ്ടപ്പോൾ ഇവരൊക്കെ ഒരു ഫോട്ടോ എടുത്ത്, ഒരു വീഡിയോ എടുത്ത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുമ്പോൾ ക്രിമികീടങ്ങൾക്ക് വല്ലാത്ത ക്രിമികടിയാണ്. പിണറായി വിജയൻ ഇങ്ങനെ കൈപിടിച്ച് കൊണ്ടു നടക്കുകയായിരുന്നു ബലാത്സംഗ വീരന്മാരെ, വ്യഭിചാരികളെ, തോന്നിവാസികളെ, കക്ഷത്തിൽ ഭാര്യയെ പീഡിപ്പിക്കുന്നവനെ കുനിച്ചു നിർത്ത്. ആദ്യ ഭാര്യയെ കുനിച്ചു നിർത്തി കൂമ്പിനിടിച്ച മുഹമ്മദ് റിയാസിന് വിജയൻ മകളെ കെട്ടിച്ചു കൊടുക്കുന്നു. അന്തസ് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം അന്തസ് വേറെന്താ വേണ്ടത് അല്ലേ? രാഹുൽ മാങ്കൂട്ടം മാത്രമാണ് ആരോപണ വിധേയൻ. P ശശിയില്ല, മുകേഷില്ല, ഗണേശനില്ല, കടകംപള്ളിയില്ല, തോമസ് ഐസക്കില്ല, മുഹമ്മദ് റിയാസില്ല, AK ശശീന്ദ്രനില്ല. അവരൊക്കെ വലിയ പുണ്യാളന്മാരാ. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പറയാറില്ലേ, എന്താ സഖാക്കൾ ഇടുമ്പോൾ അതെന്താണ് ബർമുടയാ, എന്നാൽ ബാക്കിയുള്ളവരിട്ടാലോ അത് വള്ളി ട്രൗസറാണ്, അത് വള്ളി ട്രൗസറാണ്. ഇവരൊക്കെ പീഡിപ്പിക്കുമ്പോൾ ഇവരെ പീഡനത്തിനൊരു ഇതുണ്ട്. ഇതുങ്ങൾക്കൊന്നും
ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ്, അങ്ങനെ ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇവരിതൊക്കെ അളക്കാൻ ആളുള്ളത് കൊണ്ടേ അളവ്, എല്ലാവരുടെയും അളവ് കൃത്യമായി അളവെടുത്ത് ഫോട്ടോ സഹിതം AKG സെൻറ്ററിൽ ഇങ്ങനെ പതിച്ചിട്ടുണ്ട്. മറ്റവൻ്റെത് 4 സെൻറ്റിമീറ്റർ, ഇവൻ്റെത് 3.25, മറ്റവൻ്റെത് 4.4. ആ ചിത്രമടക്കം അളവെടുത്തിട്ട് AKG സെൻറ്ററിലെ ചുമരിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതെന്തിനാ? അത് പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രത ഉള്ളതാണോ തീവ്രത കുറഞ്ഞതാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ഒരു പെട്ടെന്ന് ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചില്ലിട്ട് വെച്ചേക്കുക. AKG സെൻറ്ററിലെ പുതിയ AKG സെൻറ്ററിൽ അതിനൊക്കെ സെറ്റപ്പ് ഉണ്ട്, മനസ്സിലായില്ലേ? പഴയതിലല്ല, പുതിയ AKG സെൻറ്ററിൽ ഇതിനൊക്കെ സെറ്റപ്പ് ഉണ്ട്. അതിനായിട്ടൊരു പ്രത്യേക ഒരു മുറിയുണ്ട്. ആ മുറിയിൽ ചുമരിൽ ഇങ്ങനെ എല്ലാവരുടേതെയും അളന്നിട്ട് അതിൽ സെൻറ്റിമീറ്റർ രേഖപ്പെടുത്തിയിട്ട് ആ ചിത്രമടക്കം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരു പരാതിയായിട്ടും വന്നാൽ ആദ്യം ആ റൂമിലേക്ക് ഓടും ആ പരാതി എടുത്തിട്ട്. എത്ര സെൻറ്റിമീറ്ററാ? അത് 3.4 ഉള്ളൂ. ഇല്ല, അത് തീവ്രത കുറവാണ്. അല്ല, അത് 3.5 ഉള്ളത്, അത് കുറവാണ്. മറ്റേത് 3.4, അതും കുറവാണ്. അപ്പോൾ ഈ തീവ്രത അളക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരുടേതും, കാരണം ഈ ടീമാണ് രാഹുൽ മാങ്കൂട്ടം ആരോപണ വിധേയനാണ്. അതുകൊണ്ട് എന്താക്കാൻ പാടില്ല, ആരും ഫോട്ടോ എടുക്കാൻ പാടില്ല. ഒന്ന് ചിലക്കാണ്ട് പോയിനട അവിടുന്ന്. 2 കൈയും 2 കാലും ഇല്ലാത്തവൻ, 2 കൈയും ഇല്ല 2 കാലും ഇല്ല. കൈ ഇല്ല എന്ന് പറഞ്ഞാൽ കൈ ഇവിടെ മുതലേ ഇല്ല. കാല് ഇതെവിടെ മുതലും കാലും ഇല്ല. ഈ 2 കൈയും 2 കാലും പാടേ ഇല്ലാത്ത ടീമാണ് എന്താക്കുന്നത്, ചെറുവിരലിലെ നഖമില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ അവൻ കൊള്ളരുതാത്തവനാണെന്ന് പറയുന്നത്. അന്തസ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുക, ഇവറ്റുകളുടെ ഒരു തൊലിക്കെട്ടിയെ, ഈ കൃമികീടങ്ങളുടെ ഒരു തൊലിക്കെട്ടി, അത് വല്ലാത്തൊരു തൊലിക്കെട്ടിയാ, മനസ്സിലായില്ലേ? ആ തൊലിക്കെട്ടി ഞാൻ ഇങ്ങനെ ആലോചിക്കുക, എങ്ങനെ സാധിക്കുന്നടാവേ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ശശിയെ പിടിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വിജയനെ ആര് കാണണം, ആര് കാണരുത്, ആർക്ക് പ്രവേശനമുണ്ട്, ആർക്ക് എന്ത് പറയാം എന്നൊക്കെ തീരുമാനിച്ചിരുന്ന പി ശശി, ആ ശശിയെ അവിടെ പിടിച്ച് നിയമിച്ച് ഇരുത്തിയിട്ട് എനിക്കിങ്ങനെ കോമഡി പലപ്പോഴും തോന്നിയത്, ഇപ്പം ചില ആളുകളൊക്കെ മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ, ഞാൻ പിണറായി വിജയനെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശനെ കുറിച്ചല്ല പറയുന്നത്. പിണറായി വിജയനെ കണ്ട് ചില ആളുകളൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്, നേരിട്ട് പരാതി കൊടുത്തത്. ഈ നേരിട്ട് പരാതി കൊടുക്കാൻ പോയ ആളുകൾ പരാതി കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വാതിൽ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വാതിൽ ഇങ്ങനെ തുറന്നു കൊടുക്കുന്ന ആരാന്നറിയോ? ഈ പി ശശിയാ. ശശി വാതിൽ തുറന്നു കൊടുക്കുന്നു, ആ വാതിലിലൂടെ അകത്ത് കയറിയിട്ട് പിണറായി വിജയന് പരാതി കൊടുക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഈ ശശിനെ കാണുമ്പോൾ ഈ പരാതി കൊടുക്കാൻ പോയവർക്കൊന്നും തോന്നുന്നില്ലേ? സ്വാഭാവികമായിട്ടും ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു കള്ളൻ കയറി എന്ന് കരുതുക. കള്ളൻ നിങ്ങളെന്താക്കി, കീഴ്പ്പെടുത്തിയിട്ട് നിങ്ങളെ വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്ന് കരുതുക. അപ്പം നിങ്ങൾക്കറിയാം കള്ളൻ ഇന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളെന്താക്കുകയാണ്, രാവിലെ എഴുന്നേറ്റ് നേരെ പോവുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ പോയിട്ട് SIയുടെ മുറിയിലേക്ക് പോവുകയാണ്. SIയുടെ മുറിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആ SIയുടെ മുറിയുടെ മുമ്പിലെത്തുമ്പോൾ അവിടെ ആ റൂമിലേക്ക് SIയുടെ റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡോറ് തുറന്നു തരുന്നത് ഇന്നലെ രാത്രി നിങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് നിങ്ങളെ കീഴ്പ്പെടുത്തിയിട്ട് ഈ പറയുന്ന നിങ്ങളുടെ സ്വർണവും പണവും ഒക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയ വ്യക്തിയാണ് നിങ്ങളുടെ ഡോറ് തുറന്നു തരുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ SIനെ കണ്ടിട്ട് നിങ്ങൾ പരാതി കൊടുക്കൂലേ? എന്താ നിങ്ങൾ ചെയ്യുക? ഇനി നിങ്ങൾ ആ പരാതി കൊടുക്കൂല. കാരണം എന്താ? നിങ്ങൾക്ക് അറിയാം ഈ പരാതി കൊടുത്തതിനെ കൊണ്ട് കാര്യമില്ല. കാരണം എന്താ? ഈ നമ്മൾ ആരോടാ പരാതി പറയാൻ പോകുന്നത്? SIയോട്. SIയുടെ മുറിയുടെ ഡോറ് തുറന്നു നിന്നിട്ട് നിങ്ങളെ സ്വീകരിക്കുന്നത് ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ കയറി കൊള്ളയടിച്ച അതേ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ പരാതി അവിടെ കൊടുക്കുമോ? ഇത്തിരി മൂളുണ്ടെങ്കിൽ കൊടുക്കൂല, നിങ്ങൾ ഇറങ്ങിപ്പോകും.
അപ്പോൾ ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയ ആളുകൾക്ക് ആ ഓഫീസിലേക്ക് അവരെ സ്വീകരിച്ച് അവരുടെ കയ്യിൽ നിന്ന് പരാതി വാങ്ങുന്നത് ആരാ? പി ശശിയാണ് പരാതി വാങ്ങുന്നത്. ശശിയാണ് ആ ഡോറ് തുറന്നു കൊടുക്കുന്നത്. വരൂ, കടന്നു വരൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ സ്വാഭാവികം ഇതൊക്കെ നമ്മളിതൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹം ഇതൊക്കെ കാണില്ലേ. അപ്പോൾ ഇതൊക്കെ കാണിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുക, ഓ ആ പരാതി കൊടുക്കാൻ പോയ ആളുടെ ആ ഒരു മെൻറ്റാലിറ്റി ആ മനസ്സിൽ എന്തായിരിക്കും? ശശി വാതിൽ തുറന്നു വരുന്നു, ശശി പറയുന്നു വരൂ, കടന്നു വരൂ എന്ന് പറയുമ്പോൾ അകത്ത് കയറിയിട്ട് ആ പരാതി കൊടുക്കണമെങ്കിൽ തൊലിക്കട്ടി കുറച്ചൊന്നും പോരാ അല്ലേ? എന്താണെങ്കിലും അന്തംഗമ്മിക്ക് നല്ല ഭയമുണ്ട്. ഭയമെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചാണ്. ചെക്കന് ഇനിയിപ്പോൾ ഏത് നിമിഷവും അയാൾ തിരിച്ചെത്തും എന്നുള്ള ഉറപ്പ് ഉള്ളത് കൊണ്ട് തന്നെ എന്താ സംഭവം മറ്റൊന്നുമല്ല, ആ ഭയമാണ്. അപ്പോൾ നിരന്തരമായിട്ട് രാഹുലിനെ കണ്ട ഒരു ഫോട്ടോ എടുക്കരുത്. ഏത്? ശശിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർത്തിയ ആളുകളാണ് പറയുന്നത് രാഹുലിനെ കണ്ട ഫോട്ടോ എടുക്കരുത്. ഗണേശനെ മന്ത്രിയാക്കിയിട്ട് ഗണേശൻ വ്യഭിചരിക്കുന്നത് ഭാര്യ കണ്ടപ്പോൾ ഭാര്യയോട് പറയും അത് കുടുംബ പ്രശ്നമാണ്. അതൊന്നും ഒരു വിഷയമല്ല, ഞാനാണ് ആളെ എത്തിച്ചു കൊടുത്തത്. അതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല, നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്പോർട്ട് ലൈസൻസ് തരാം. ഇതാ പിണറായി വിജയൻ പറഞ്ഞത്. ഗണേശൻ്റെ ഭാര്യയെ ഈ പറയുന്ന ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഗണേശൻ വ്യഭിചരിക്കുന്നത് കണ്ടു എന്നുള്ള പരാതിയുമായി ചെന്നപ്പോൾ പറഞ്ഞത് ഞാനാണ് എത്തിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഞാൻ നിങ്ങൾക്ക് മിൽമയുടെ എക്സ്പോർട്ട് ലൈസൻസ് തരാം. എക്സ്പോർട്ട് ലൈസൻസ് കൊടുത്തപ്പോൾ എന്തായി? ഭാര്യയ്ക്കും പരാതിയില്ല, ആർക്കും പരാതിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇമാതിരി അന്തംഗമ്മികളാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടാൽ അയാൾ കുറ്റാരോപിതനാ, അയാൾ ആരോപണ വിധേയനാ, ഫോട്ടോ എടുക്കരുത്, വീഡിയോ എടുക്കരുത്, അത് ധാർമ്മികതയല്ല. എന്താണ് പ്രശ്നം? അത് ധാർമ്മികതയല്ല. ബെസ്റ്റ് അല്ലേ? ഇവർക്ക് ഇതൊക്കെ പറയാനുള്ള അവകാശം ഇവറ്റകൾക്ക് മാത്രമേ ഉള്ളൂ ലോകത്ത്. എല്ലാം തികഞ്ഞ അന്തംഗമ്മി കൃമികീടങ്ങൾക്ക് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.